കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റും ഹരിതകർമ്മസേനയും സംയുക്തമായി ഉണർത്ത് ജാഥയും ആദരണ സമ്മേളനവും സംഘടിപ്പിച്ചു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് ഉണർത്ത് ജാഥ നടത്തിയത്. 3 മുറിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കോടാലിയിൽ സമാപിച്ചു. തുടർന്ന് കോടാലി ആൽത്തറയിൽ നടന്ന ആദരണ യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖല സെക്രട്ടറി AT ജോസ് അധ്യക്ഷത വഹിച്ചു. പ്ലാസ്റ്റിക് പാഴ്വസ്തു ശേഖരണത്തിൽ മികച്ച നേട്ടം കൈവരിച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയെ IRTC റീജിയണൽ കോഓർഡിനേറ്റർ VK ജയ്സോമനാഥൻ ആദരിച്ചു. ഹരിതകർമ്മസേന സെക്രട്ടറി നിബി സുധീഷിന്റെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ ആദരം ഏറ്റുവാങ്ങി. ഹരിതകർമ്മസേനയുടെ നേട്ടങ്ങൾ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന പ്രചാരണ നോട്ടീസിന്റെ പ്രകാശനം വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈബി സജി, KK അനീഷ് കുമാർ, ആനപ്പാന്തം കാഡർ, പഠനസംഘം കൺവീനർ ജോയ് കാവുങ്ങൽ, KK സോജ, TA വേലായുധൻ, TM ശിഖാമണി, കവി പ്രകാശൻ ഇഞ്ചിക്കുണ്ട്, TD സഹജൻ എന്നിവർ സംസാരിച്ചു. മറ്റു കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ദുർഘടമാണ് തോടിന്റെ അവസ്ഥ. നമുക്ക് ആദ്യം തോടിനെ ഒന്ന് വൃത്തിയാക്കാം. ഒരു 1.5 ലക്ഷം രൂപ നമുക്ക് ഫണ്ട് വെച്ചുകൊണ്ട് അത്യാവശ്യം അതിന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി JCB ഒക്കെ ഒന്ന് കടന്ന് ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്കൊന്ന് ആക്കി നമുക്കിതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയ പദ്ധതി അവസാനിക്കുന്നത് 50 ലക്ഷം രൂപയിലാണ്. 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ തോടിന്റെ 19 കിലോമീറ്റർ നീളമുള്ള വലിയ തോടിന്റെ 15 കിലോമീറ്റർ 3 ഘട്ടമായിട്ട് നമ്മൾ വൃത്തിയാക്കിയത്. വൃത്തിയാക്കിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച അതിഭീകരമാണ്. ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പാഴ്വസ്തുക്കളും തന്നെ അതിലേക്കുണ്ട്. കാരണം ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന കുപ്പി ആയിക്കോട്ടെ, ഉപയോഗശൂന്യമായിട്ടുള്ള മെത്തയായിക്കോട്ടെ, സാനിറ്ററി ഐറ്റം ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ വലിയ തോടിലേക്ക് തള്ളുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ് മാറിയിരുന്നത്. ഈ വേസ്റ്റുകളൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 50 ടണ്ണോളം മാലിന്യമാണ് നമ്മൾ വലിയ തോട്ടിൽ നിന്ന് മാത്രം നമ്മൾ നീക്കം ചെയ്തത്. ഇതൊരു നിസ്സാര എഫേർട്ടായിരുന്നില്ല നമ്മൾ എടുത്തത്. കാരണം ഈ വലിയ തോട് വൃത്തിയാക്കിയതിന്റെ ഭാഗമായി ശുദ്ധജലം ഒഴുകുന്ന ഒരു